പോട്ടാ കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഇതിനുള്ളിൽ കയറിയാൽ കാണുന്നതാണ് ഒട്ടകം. ഇവിടുന്ന് ഒരു ഇല തിന്നിട്ടുണ്ട്, ഇല തിന്നാൻ വേണ്ടി നിൽക്കണം. ഓരോരുത്തർ കഴിഞ്ഞിട്ട് ഓരോരുത്തർ കൊടുക്കേ. എല്ലാവരും കൊടുക്കണം. ഓക്കെ. ഏത് ഇതിനൊക്കെ കുറേശ്ശെ എല്ലാത്തിനും തന്നെ കൊടുക്കാള്. എന്നാ അഷ്റഫ അത് വാങ്ങിയ എല്ലാവർക്കും വീതിച്ചു കൊടുത്ത് കുറേശ്ശെ. അതിന്റെ പേരെന്താ? അരന്നോ? ഇതെന്താ? ഇതൊക്കെയാ? ഇതെന്താ സാധനം? എന്താ കഴുതൊക്കെ? എന്താ ഇംഗ്ലീഷ് പറയാ? കണ്ടാ? മറ്റേ കുതിരാണ്, കുള്ളം കുതിര, മിനിയേച്ചർ ഹോഴ്സ് അതിന് പറയാ. അവിടേക്ക് കുതിര സാധാരണ എത്ര വലിപ്പം ഉണ്ടാവില്ലേ? ഇതാ അവിടെ എന്താ എഴുതിക്കണ നോക്കിയത്? എന്താ എഴുതിയത് വായിച്ചാ? തിന്ന് തിരിച്ചൂട്. അപ്പോൾ അതാട്ടോ ഇവിടെ എന്താണ്, എന്താ അതിൻ്റെ പേര് നോക്കിയാ? പങ്കന്നൂർ ബൊള്ളോ, അതായത് കുള്ളൻ കാള. അപ്പോൾ ഇതിൻ്റെ വലിപ്പം നോക്കിയാ അഷ്റഫ. കാണാൻ തന്നെ എന്താ രസം അല്ലേ? പൊന്നിന് പേടില്ല. നല്ല രസമുള്ള ഇങ്ങനത്തെ ഒരു ചെറിയൊരു തടാകം. അതേപോലെ ഇതിൻ്റെ കൂടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഡോങ്കി, രണ്ട് നല്ല അടിപൊളി കുതിര ഉണ്ട് ഇവിടെ. അതാ ഒട്ടകഥ ഇവിടെ തന്നെ കിടക്കുന്നത്. അതോ എങ്ങനെയുണ്ട്? ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇത് എവിടെ നിന്ന് വന്നാന്നുള്ളത്, എവിടെ ഉള്ള സാധനമാന്നുള്ളത്. അപ്പോൾ ഫീഡ് ചെയ്യാ എങ്ങനെ? കൊടുക്ക എല്ലാവർക്കും കൊടുക്കേ. എല്ലാവരും കയ്യിലും വെച്ച് കൊടുക്കണം. ആ താത്ത കൈ പിടിച്ചു തരും. അയ്യോ ഇനി അതോ ഇവനക്ക് ഭയങ്കര ധൈര്യം. ആടിന്റെ പേരെന്താണ് പൊന്ന? മാനാട്. എന്നെ പൊന്ന എന്താ ആടിന്റെ പേരെന്താ? ഡോറാന്നാണല്ലോ. അയാള് ഭയങ്കര ക്യൂട്ടാ. അല്ലല്ലോ, ഇന്ത്യൻ ബ്രീഡ് തന്നെയാണ്. തുർക്കിൻ്റെ ആടിനെ കണ്ടു, പിന്നെ മാനാടിനെ കണ്ടു, അതേപോലെ യമുനെ കണ്ടു. അടുത്ത സെക്ഷനാണ് ഷീപ്പ്. ഒരു ചെമ്മരിയാട്, 4 കൊമ്പുള്ള ചെമ്മരിയാട്. മാഷാ അല്ലാ, എന്താ രസം കാണാനല്ലോ 4 കൊമ്പ്. പൊന്ന ഇതിൻ്റെ പേരെന്താ? അവിടേക്കാ ജേക്കബ് ഷീപ്പാണ്. അവിടേക്കാ ജേക്കബ് ഒരു ആണിൻ്റെ പേരാണല്ലോ. അല്ല, നിങ്ങളിട്ട പേരല്ലല്ലോ ഇത്, ഒറിജിനൽ പേര് ഇങ്ങനത്തെയാണ്. എന്നാ ബ്രീഡിൻ്റെ പേരല്ലേ? ചെമ്മരിയാട്. എന്തോടെ ചെമ്മരിയാട് എന്ന് പറയാൻ കാരണം? തൊപ്പ കണ്ടില്ലേ? ആ തൊപ്പൊന്ന് പിടിച്ചു നോക്കിയാ, ആ തൊപ്പൊന്ന് തൊട്ട് നോക്കിയാ. എന്നാടാ ആ തൊപ്പൊന്ന് പിടിച്ചു നോക്കി. ഇവിടെ വാ, നോക്കണതാ. ഇത് നമ്മളെ ബ്ലാങ്കറ്റ് തന്നെയല്ലേ? കാനഡൻ്റെ ആട്. ഇതിനെന്താ പ്രത്യേകത? പിന്നെ ആടിന് പോപ്കോൺ പറ്റൂലേ? ഒക്കെ ന്യൂജൻ ആടാണ്. പോപ്കോണോ പറ്റൂ? കുട്ടികളെക്കാളും കഷ്ടമാണല്ലോ. ഏത് നാമക്കും ആടാൾ അങ്ങനെ തന്നെ കഴിക്കല്. അയ്യോ ഇഷ്ടപ്പെട്ടാ? എന്താ രസം കാണാന്. സിങ്ക് കോട്ട് സംഗതി പുളിയിട്ടാ. ആ ആടിന്റെ കോലം നോക്കിയാണ്. പക്കാ പെണ്ണുങ്ങൾ മറ്റേ മുടിയൊക്കെ വാർന്നിക്കാണ്ട് ഇങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കണ ഫീലിങ്. ഇവിടെ ഇരിക്കണ്ടല്ലോ ഒരാള്. ഹായ്. ഇതിനെന്താ പ്രത്യേകിച്ച്? അതന്നെയാണല്ലേ? തിന്നല്ലേ? സംഗതി പൊളിയാട്ടോ. ഇവിടെ വന്നപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ആവേശം. പിന്നെ അത് മാത്രമല്ല, ഇതിനെ കുറിച്ച് പറഞ്ഞു തരേണ്ടത് ഇവര്. അതേപോലെ നമുക്ക് തീറ്റി കൊടുക്കാനുള്ള അവസരം തരുന്നുണ്ട്. തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഗീഡനെ തന്നെ കിട്ടിയതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. അപ്പോൾ ഒഴിവ് ദിവസങ്ങൾ, വീക്കെൻഡ് അല്ലാത്ത ദിവസങ്ങൾ വന്നാൽ ഇതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് ഇരുന്ന് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും. ഏതേ തല മുക്കിയാ? മുക്കിയിട്ടും അതിന് തല നനയാത്ത പോലെ അല്ലേ?
തന്നെ അതുവാ ആ അങ്ങോട്ടൊക്കെയാ ഇവിടെ തല നനഞ്ഞിട്ടില്ല അതിന് കണ്ണ് നോക്കിയാ എന്താ തിളക്കം. ഇതാ കാൾഡക്ക് ചെറിയ കൊക്കും കഴുത്തുമുള്ള കുഞ്ഞനീനം അലങ്കാരത്താറാവ്. അപ്പോൾ എങ്ങനെയുണ്ട് മക്കളെ കാര്യങ്ങൾ? സംഗതി രസമല്ലേ? അപ്പോൾ കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഒരാൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ 150 ആണ്. അങ്ങനെ നോക്കിയാ പൊന്തി പറഞ്ഞ ഇതെന്താ എലിയാ? അതിന്റെ പല്ല് ഓറഞ്ച് പല്ല് അവിടെ എഴുതിട്ടാണ് കണ്ടാ? ഓറഞ്ച് പല്ലാണ് ഇതിന്റെ. പഞ്ഞി പോലെ വിചിത്രമായ തൂവലുള്ള കോഴി. ഇവയുടെ തൊലിയും മാംസവും കറുപ്പ് നിറമാണ്. മാംസം കറുപ്പ് നിറമാണെന്ന്. ഇറച്ചി കറുപ്പായിരിക്കും ഇതിന്. ഇങ്ങനെ പിടിക്കടാ. റംസാന് പേടിയില്ല കേട്ടോ. റംസാന് ആള് പുലിയ. വിടരുതിട്ടാ റംസാന്. അയ്യോ അങ്ങോട്ടോക്കിയാ അങ്ങോട്ടോക്കിയാ. വയസ്സാൻ തൊള്ളർന്ന് കൊടുക്കണം. രോമല്ലാന്നുള്ളൂ. എന്നാ ഒന്ന് പിടിച്ചു നോക്കിയാ, കയ്യിൽ വെച്ച് നോക്കിയാ. എന്നാ റംസാന വാങ്ങിക്കോ. ഇതിന് ഭയങ്കര ധൈര്യം. എന്നാ ഇവിടെ വെച്ചെടുക്കും, ഇവിടെ വെച്ചെടുക്കും. ആ തൊട്ടിട്ട് എന്താള് ഒരു ജാതി ഉണ്ടല്ലേ. അതൊക്കെ അതിൻ്റെ നഖം പൊന്തിച്ച് വെച്ച് നോക്കിയാ. കുരങ്ങ നല്ല രസമല്ലേ? ബ്രസീലിൽ നിന്നുള്ള പാമ്പ്. ഇതാ കിടക്കണ ഒരാള് പാമ്പ്. ഇതൊന്നും ഇവരാരും കണ്ടില്ല. ഇടാ വെക്കലടാ, ഇവരെ മേത്തൊന്ന് വെച്ചു കൊടുക്ക്. ഇല്ല ഇതാ എന്നാ അതൊന്നും എടുത്താ കാണാൻ വേണ്ടി. അവിടോക്കിയാ. ഇതെന്താ? ഇത് ഏത് ഇനത്തെ പെട്ടാ? എന്നാ റംസാന എന്നാ കയ്യിലൊക്കെ ഇയാടെ കൂടുതൽ ധൈര്യവാനേ. തൊള്ള പൂട്ടികളെ പല്ലിൻ്റെ ഉള്ളിൽ കൂടെ ആണ് കയറിപ്പോകും. ആ പറക്കണ അണ്ണാനെ. ആ അത് പറക്കും. ഇതിനൊന്ന് പൊന്തിച്ചിട്ട് നോക്കിയാ പറക്കും. മേത്ത് ഇരിക്കണ്ട അറിഞ്ഞല്ലേട്ടാ അല്ലേ? അത്രയും നൈസ് സാധനം. കിടക്കട്ടെ. ആ കാക്കാനെ മേത്ത് രണ്ടെണ്ണം. ആര്? ആ ഒഴിവാക്കാം. ഇങ്ങോട്ട് വരരുതട്ടാ. എനിക്ക് കാണുന്നില്ല. ഗ്ലാസ് കാണുന്നുണ്ട്. ആ എങ്ങനെയുണ്ട് പറഞ്ഞ? സൂപ്പറായാ. പേടിച്ചിട്ട് വയ്യ ഇവിടെ. മതി. ഇതിനെന്താ നിങ്ങൾ ആരും കണ്ടില്ല? ചാടിപ്പോയതാ. ഇതേതാ? പൂവൻകുടി അതുവാ? എന്താ സാധനം അല്ലേ? അങ്ങോട്ട് നോക്കിയാ. അതിന്റെ വണ്ണം നോക്കിയാ. ഇത് കണ്ടാ? ആ ഒരു കുരങ്ങനതാ. അതാ ആ മരത്തുമലി. ഒന്നല്ല രണ്ടെണ്ണം. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ട കാഴ്ചകൾ എന്താണെന്ന് മനസ്സിലായല്ലോ. പാമ്പില്ല എന്ന് പറഞ്ഞ് ചാവക്കാടുള്ള ഒരു ഫാമിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മളെ. അപ്പം സംഗതി രസമാണ്. ഒരുപാട് കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസുണ്ട്. ഒരുപാട് മൃഗങ്ങളുണ്ട്, പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ പക്ഷികളായാലും മൃഗങ്ങളായാലും ഒരുപാട് സാധനങ്ങൾ നമ്മളെ മേത്തൊക്കെ വെച്ചിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ടില്ല ഒരു കുരങ്ങ് വർഗ്ഗം എന്താ കാണാൻ നമ്മൾ അതിൽ കൂടെ ഇങ്ങനെ കണ്ടു വന്നാണ്. അയ്യോ ഇത് കണ്ട ഒരുപാട് കളർ കിളികൾ. എന്താ രസം. ഇതൊക്കെ എന്താണ് സാധനം? പിന്നെ ആ നടക്കി കയറി ഉള്ളിൽ കയറി.
ആ കുഴപ്പമില്ല ഇനി ഇങ്ങനെ ഇതിങ്ങനെ പിടിച്ചോളൂ അപ്പൊ കൈക്ക് വരും. ഇതാ വരണം ഇവിടെ വയ്ക്കാം. ഇല്ല അതോ ഒരു വേദന ഉണ്ടാവില്ല. ഒന്നുമില്ല, ഒരു വേദന ഇല്ല. അതിനെ ഇപ്പൊ അതിനിപ്പോ ധൈര്യം വന്ന് അതാ വരണേ. ഏതോ ഒരു വേദന ഇല്ല. ഇപ്പച്ചിന്റെ കൈമിൽ എത്തണ ആദ്വാ അടക്ക ഇപ്പച്ചിന്റെ കൈമിൽ എത്തണ നോക്കിയാ. ഇനി വേണോ? ഞാൻ ആർക്കെ വേണ്ടി ഫുഡ്? റംസാനാണോ? എന്നാ വാങ്ങി. ചില പേടി മാറിയില്ലേ? അത്ര ഉള്ളോ? നല്ല കുട്ടിയായിപ്പോ കേട്ടാ. അതും ആദ്യം നല്ല പേടിച്ചിരുന്നേ. ഓന്റെ കയ്യിലോട് വെച്ച് കൊടുത്തു. ഇപ്പൊ പേടില്ല. സംഗതി അടിപൊളിയാക്കാം. ഇതിങ്ങനെ ഇറുക്കി പിടിക്കണ്ട, വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാരും കൂടി വന്നിരുന്നിട്ട് ഇറുക്കി പിടിച്ചിട്ട് ഭയങ്കര അടങ്ങാറല്ല. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ചെറിയൊരു സെക്ഷൻ കഴിഞ്ഞെന്നാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും റിട്ടേൺ പോകട്ടോ. തിരിച്ച് വന്ന വഴി കൂടി തന്നെ പുറത്തേക്ക് പോകണം. ഇത് കളിക്കണേ. മറ്റുള്ളത് ഇവിടെ നിൽക്കണം. ഇവിടെ നോക്കിയാ അടക്കിയാ എന്താ രസല കാണാനേ. എന്താ ഈ വൈറ്റിന്റെ പേരെന്താ? ഹയറ. അവാ അപ്പോൾ ഫാം വെല്ലി നമ്മൾ ഇറങ്ങിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോയി ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള മറൈൻ വേൾഡ് കാണാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ആനിമൽസിനെ കണ്ടു. ഇനി നമ്മൾ കുറച്ച് ഫിഷിനെ കാണാൻ വേണ്ടി പോവാണ്. ഏകദേശം ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ മറൈൻ വേൾഡിക്ക്. 1 കിലോമീറ്ററിന് അടുത്തേ ഉള്ളൂ. അപ്പോൾ ഈ ചാവക്കാട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. 150 റുപ്യ ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ്. ഒരുവിധം എല്ലാവർക്കും ടിക്കറ്റ് ഉണ്ട്.